മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൃഷി ചെയ്യുവാൻ സ്ഥലപരിമിതിയുള്ളവർക്ക്, പ്രത്യേകിച്ചും ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്ക് ചെറിയ രീതിയിൽ ഉള്ളി വളർത്തുവാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഞാനിവിടെ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഉള്ളിത്തണ്ട് കൊണ്ട് നമുക്ക് പലവിധ വിഭവങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും അല്ലേ? അതിലൊന്നാണ് ഉള്ളിത്തണ്ട് തോരൻ. അതുപോലെ ഫ്രൈഡ് റൈസ്, ബിരിയാണി, നൂഡിൽസ്, ഇതിലൊക്കെ നമുക്ക് ഉള്ളിത്തണ്ട് ചേർത്ത് ഡിഷസ് കുറച്ചും കൂടി ടേസ്റ്റിയാക്കി തീർക്കുവാൻ സാധിക്കും. വീടുകളിൽ ഉപയോഗശൂന്യമായി തീരുന്ന പല വസ്തുക്കളും, ഇതുപോലെയുള്ള ചെറിയ ബോട്ടിൽസ്, ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് ഉള്ളി വളർത്തുവാൻ സാധിക്കും. അതും മണ്ണിൻ്റെ സഹായമൊന്നുമില്ലാതെ. മണ്ണിലും നടാം, എങ്കിലും ഇതുപോലുള്ള രീതിയും വളരെ പ്രയോജനകരമാണ്. കിച്ചണിലൊക്കെ ചിലപ്പോൾ മണ്ണ് നമ്മൾ ഉപയോഗിച്ച് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഈച്ചകൾ വരാം, അതുപോലെ ചിലപ്പോൾ സ്മെല്ലുണ്ടാകാം. അപ്പോൾ അതിനൊരു പരിഹാരമാർഗമാണ് ഇങ്ങനെ ചെയ്യുന്ന രീതി, അക്വാപോണിക് മെത്തേഡ്. ഇവിടെ ഞാൻ കുറച്ചെണ്ണമേ കാണിച്ചിട്ടുള്ളൂ. നമുക്ക് ഒരുപാട് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ വളർത്തുകയാണെങ്കിൽ ഒരു തോരനൊക്കെ അത്യാവശ്യത്തിനൊക്കെ ഉണ്ടാക്കുവാനൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ ഈ രീതിയിലൂടെ നമുക്ക് ഒരുപാട് വിളവൊന്നും ലഭിക്കുകയില്ല. ഒരു 1-2 മാക്സിമം 2 പ്രാവശ്യമൊക്കെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴേക്കും ഉള്ളി നശിച്ചു പോകാറായി തുടങ്ങും. ഏറ്റവും നല്ല മാർഗം ഒരു തവണ വിളവെടുത്തിട്ട് നമ്മൾ മണ്ണിലൊക്കെ നടുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു വിളവിന് ശേഷം ഈ ഉള്ളി അങ്ങനെ തന്നെ എടുത്ത് മണ്ണിൽ നടുകയാണെങ്കിൽ കൂടുതൽ വിളവുകൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതുപോലെ വേര് പിടിപ്പിച്ചെടുക്കാനും നല്ലൊരു മാർഗമാണ് ഇത്തരത്തിൽ ചെയ്യുന്ന രീതി. ഉള്ളി ചിലപ്പോൾ നമ്മൾ സാധാരണ നടുകയാണെങ്കിൽ കുറേ സമയം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ തന്നെ എടുക്കും അതൊന്ന് വേര് പിടിച്ചെടുക്കാൻ. അപ്പം ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വേര് വരികയും ചെടികൾ വേഗത്തിൽ വളർന്നു കിട്ടുകയും ചെയ്യും. വേര് പിടിപ്പിക്കാതെ നടുന്നതിനേക്കാൾ വേഗത്തിൽ നമുക്ക് വിളവെടുക്കുവാനും സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ ഉള്ളി വളർത്തിയാൽ നമുക്ക് 2 ഉപയോഗങ്ങളാണ്. ഒന്ന്, ഇലകൾ നമുക്ക് കറിക്കായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ഉള്ളി വേര് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് നടുവാനും എളുപ്പമാകും. അങ്ങനെ 2 പ്രയോജനങ്ങൾ നമുക്ക് ഇതുകൊണ്ടുണ്ടാകുന്നതാണ്. ഇങ്ങനെ നട്ട് എനിക്ക് 2-2.5 ആഴ്ചയ്ക്കുള്ളിൽ കിട്ടിയ വിളവാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഇൻറ്റീരിയർ പ്ലാന്റായിട്ട് നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഡൈനിങ് ഹാളിൽ, ലിവിങ് റൂമിൽ, ഇതിലൊക്കെ കിച്ചണിലും ഒക്കെ നമുക്ക് സൈഡിലൊക്കെ വയ്ക്കുവാനും സാധിക്കും. ഇതിനായിട്ട് പ്രത്യേകം നമുക്ക് സൺലൈറ്റിൻ്റെ ആവശ്യവുമില്ല, കൂടുതൽ സൺലൈറ്റ് ആവശ്യമേ ഇല്ല. വിൻഡോ സൈഡിൽ, അതുപോലെ ബാൽക്കണി, ഇവിടെയൊക്കെ നമുക്ക് ഈ രീതിയിൽ കൃഷി ചെയ്യുവാൻ സാധിക്കും. വിളവുകൾ മാത്രമായിട്ടല്ല, ലിവിങ് റൂമിലും കിച്ചണിലും ഒക്കെ ഇത്തരത്തിൽ നടുമ്പോൾ ഒരു ഭംഗി കൂടിയാണ്, പച്ചപ്പ് കാണുമ്പോഴുള്ള ഒരു ഭംഗി. കുറച്ച് ക്രിയേറ്റിവിറ്റിയും സമയമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ബോട്ടിൽസിനൊക്കെ നല്ല ഡെക്കറേഷൻസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിത്തീരും ഇത്. ടൗണിലൊക്കെ താമസിക്കുന്നവർക്ക്, ഫ്ലാറ്റുകളിൽ സ്ഥലപരിമിതി ഉള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഉള്ളി ഇതുപോലെ വളർത്തിയെടുക്കുന്ന ഒരു രീതി. ഇതുപോലെ വളർത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉള്ളിയുടെ അടിവശം മാത്രം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലാവണം. അതുപോലെ തന്നെ വെള്ളം ആവശ്യത്തിന് ബോട്ടിൽസിൽ ഉണ്ടോ എന്നതും ഉറപ്പുവരുത്തേണ്ടതും ആവശ്യമാണ്. ഒരിക്കൽ വേര് വന്നു കഴിഞ്ഞ് വേരിന് നീളം വന്നിട്ടുണ്ടെങ്കിൽ വെള്ളം അല്പം കുറഞ്ഞാലും പ്രശ്നമൊന്നുമല്ല. താഴേക്ക് വളരുന്ന വേരുകൾ അതിനാവശ്യമുള്ള വെള്ളം ബോട്ടിൽസിൽ നിന്ന് തന്നെ ശേഖരിച്ചുകൊള്ളും. അല്ലാത്ത പക്ഷം വേര് വരുന്നത് വരെ നമ്മൾ നോക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ഇലകൾ മുറിച്ചെടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലകൾ മൊത്തത്തിൽ നമ്മൾ മുറിച്ചെടുക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ഉള്ളി അപ്പോൾ തന്നെ 2 ദിവസം കഴിയുമ്പോഴേക്കും അത് ഉണങ്ങിപ്പോകും. കുറച്ചിലകൾ ഉള്ളിയിൽ അവശേഷിപ്പിക്കുന്ന രീതിയിൽ വേണം മുറിച്ചെടുക്കാൻ. ഇൻറ്റീരിയർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് സീസണിലും ഇത് ചെയ്യുവാൻ സാധിക്കും. ഈ രീതിയിൽ നമ്മൾ വീടിനുള്ളിൽ ഇൻറ്റീരിയർ പ്ലാന്റായിട്ട് വളർത്തുകയാണെങ്കിൽ ഭംഗിയും അതോടൊപ്പം നമുക്കൊരു കറിക്കൊക്കെ ആവശ്യമുള്ള വെജിറ്റബിളായിട്ടുമെല്ലാം നമുക്ക് ഉള്ളി ലഭിക്കുന്നതുമാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഉള്ളിയുടെ തണ്ടുകൾ ഒരുപാട് നീളം വയ്ക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ലെവലൊക്കെ ആയി കഴിയുമ്പോഴേക്കും മുറിച്ചെടുത്ത് നമുക്ക് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. അതുപോലെ ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അതും വേറെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് പേരൊക്കെ ചെയ്യുന്നുണ്ടാവും, ഈ രീതിയിൽ ചെയ്ത് നോക്കുന്നുണ്ടാവും. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.
എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചെറിയുള്ളി മാത്രമല്ല, വലിയ ഉള്ളിയും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന ചെറിയുള്ളി മാത്രമാണ്, വലിയ ഉള്ളിയും നമുക്ക് ചെയ്തെടുക്കാം. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.